എടി നീ എന്തായി കാണിക്കുന്നത്? നിനക്ക് ഇറച്ചിവിട്ട് കടയിലായിരുന്നോ ജോലി? എനിക്കിതൊന്നും ശീലമില്ല. പച്ചക്കറി അറിഞ്ഞാ എന്റെ നെയിൽ പോളിഷ്. അയ്യോ, നിന്റെ തള്ളയാടി നിന്നെ ചീത്തയാക്കുന്നത്. അരിയടി മര്യാദക്ക്. ജോലി ചെയ്ത എന്റെ സൗന്ദര്യം പോവും ആന്റി. ഇതിന്ന് കുറച്ച് കുറഞ്ഞാലും ഒരു കുഴപ്പമില്ല. ഓ, അമ്മയും മോളും രണ്ട് സൗന്ദര്യ റാണിമാര്. അയ്യോ എന്റെ ദൈവമേ, ചേച്ചി എന്താ ഈ കാണിക്കുന്നത്? ഈ കുഞ്ഞിനെ കൊണ്ട് പണിയെടുപ്പിക്കേ. ഏത് കുഞ്ഞ്? എന്റെ താമര കുഞ്ഞ്. ഇതൊക്കെ വേണമെങ്കിൽ എന്നോട് പറഞ്ഞാ പോരെ ചേച്ചിക്ക്? ഊണ് കഴിച്ച കൈ പോലും ഞാൻ ഇവളെ കൊണ്ട് കഴിക്കാറില്ല. അതാ വൃത്തിയും എടുപ്പും ഇല്ലാതായത്. അതല്ല ചേച്ചി, എനിക്കൊരു കെട്ടിയവനുണ്ടോ, സമ്പത്തുണ്ടോ? ഓ, ആകെ ദൈവം തന്ന സമ്പത്താ ഇവളുടെ സൗന്ദര്യം. അത് ഞാൻ കാത്തു സൂക്ഷിക്കണ്ടേ? ഇവളുടെ ഈ സൗന്ദര്യം കണ്ടിട്ട് വേണ്ടേ നല്ലൊരാള് വന്ന് കെട്ടാൻ? മൃഗശാലയെന്ന് ആരെങ്കിലും നോക്ക് കല്യാണി, അതാ നല്ലത്. മാലാഖമാരും ചെകുത്താമാരൊക്കെ വെള്ളയും വെള്ളം ഇട്ടോണ്ടാ നടക്കാറുള്ളത്. ഈ പണ്ടാരത്തിന് എന്തെങ്കിലും പറ്റി ചത്തിട്ട് ഇട്ടിച്ച മാത്രം ഇവിടെ ഉള്ളെങ്കിൽ എന്ത് രസായിരുന്നു അല്ലേ? നമുക്ക് കൊന്നാലോ അമ്മേ? അയ്യോ, മഹാപാപം പറയലടി മോളെ. അവസരം വരട്ടെ. ഈ ഇട്ടിച്ചിട്ട് ഒരു കാര്യം പോടുന്നു. എന്റെ കരളിന്റെ കരളേ. അയ്യേ അമ്മ വൃത്തിയാണ്. ഇതാരും കൊണ്ടുവന്നിട്ടതാ? ആർക്കറിയാം, ചിലപ്പോ കാക്ക കൊത്തിയിട്ടതായിരിക്കും. അല്ലല്ല, ഇത് പ്രേമലേഖനോ? തുടക്കം കണ്ട എനിക്ക് അറിഞ്ഞൂടെ? ഓ, നീ വലിയ പ്രേമലേഖന പണ്ടിട്ട് പൊക്കോ അവിടുന്ന്. ഒന്ന് നോക്കട്ടമ്മേ. വേണ്ടെന്ന് പറഞ്ഞില്ലേ? നോക്കട്ടെ. വേണ്ട, വേണ്ട, ഇവിടെ വെക്കടി. ഞാൻ വായിച്ചിട്ടേ. എന്താണ് ഇത്? ഞങ്ങൾ അമ്മ മോളെ എപ്പോഴും ഇങ്ങനെയാ. ഇവൾക്ക് വേറെ കൂട്ടുകാരില്ലാത്തോണ്ടേ ഞാൻ ഇവളായിട്ട് കളിക്കാൻ കൂടും. ഇതെന്താ നിന്റെ കയ്യില്? അതെ, കാക്ക കൊടുത്തിട്ടതാ. വേസ്റ്റാ, എടുക്കലടിന്ന് ഞാൻ പറഞ്ഞു. കേക്കണ്ടേ? അങ്ങോട്ട് പോട്ടെ. ഈ കോർപ്പറേഷൻകാരുടെ ഒരു കാര്യേ, വെടിവെച്ച് കൊല്ലണവരെ. വേസ്റ്റ് എടുക്കാത്തോണ്ടല്ലേ കാക്കയും പൂച്ചയൊക്കെ കൊത്തിക്കൊണ്ടുവന്നിരുന്നത്. അയ്യോ, അതെടുക്കണ്ട ചേച്ചി, അതെടുക്കണ്ട ചേച്ചി. അയ്യോ, അല്ല ഇത് എന്റെ കരളിന്റെ കരളേ. വല്ല പാർക്കിലോ ബീച്ചിലോ ഒക്കെ ഇരുന്ന കാക്കയായിരിക്കും. അവിടെ ഫുള്ള് പ്രേമലേഖനം എഴുതല്ലേ, അതായിരിക്കും ചേച്ചി. അങ്ങനെ കളയാൻ പറ്റുമോ നോക്കട്ടെ. ഈ വീട്ടിൽ നീ വന്നതുപോലെ എന്റെ താളം തെറ്റിയിരിക്കുക. കാത് പൊത്തിരി മോളെ, നീ ചീത്തയാവണ്ട. രാത്രി ഞാൻ ഉറങ്ങാറില്ല. നിന്നെ സ്വപ്നം കണ്ടുകൊണ്ട് കിടക്കും. രാക്ഷസക്കോട്ടയിൽ അകപ്പെട്ട മാൻകിടാവാണ് നീ. എന്റെ ഹൃദയക്കൂട്ടിൽ നിന്നെ ഞാൻ ഒളിപ്പിക്കട്ടെ പ്രിയേ. സത്യം പറയടി, ഇതാരാ എഴുതിയത്? എനിക്കറിയില്ല ചേച്ചി, സത്യം സത്യം. നിനക്കോടി? എനിക്കും അറിയില്ല. ഇതിന്റെ അർത്ഥം എന്താമേ? എനിക്കൊന്നും മനസ്സിലായില്ല. അയ്യോ പാവം. എന്നാലേ എനിക്കറിയാം. ഒന്നുകിൽ നിനക്ക്, അല്ലെങ്കിൽ നിന്റെ തള്ളക്ക് ആരോ എഴുതിയതായത്. അല്ല ചേച്ചി, അല്ല. മിണ്ടരുത്. ഇതിന്റെ ആളാരാന്ന് ഞാൻ കണ്ടുപിടിക്കും. എന്നിട്ട് മതിയടി ബാക്കി കാര്യം. അയ്യോ അമ്മേ, ഇട്ടിയങ്കിളാണോ? ആവോ, ഇട്ടിച്ചനല്ല, പൊട്ടച്ചനാ. സാധനങ്ങളൊക്കെ വേഗം പാക്ക് ചെയ്ത് വെച്ചോ, എന്തും സംഭവിക്കാം. എവിടെയായിരുന്നു ഭീമ? ഇവിടെ എന്തൊക്കെയാ നടക്കുന്നറിയോ? എന്താ പുതിയ പോലെ ഭക്ഷണം ഉണ്ടാക്കിയോ? അകത്ത് ചാനലുകാർ വന്നിട്ടുണ്ടോ? ആണോ? ഇത്ര പെട്ടെന്നോ? കരുണ, എത്രയും പെട്ടെന്ന് വണ്ടി എടുത്ത് പോയി 200 ഇഡ്ഡലി വാങ്ങിച്ചോണ്ട് വാ. എന്തിനാ? തീറ്റ മത്സരം കവർ ചെയ്യാൻ വേണ്ടി ഞാൻ അവരെ വിളിച്ചിരുന്നു. അവർ അനുരാധയെ കാണാൻ വന്നതാ. അയ്യേ, അവളെന്ത് തിന്നാനാ? ഓ, തിന്നാനല്ല, ഇന്റർവ്യൂ. ആ പെണ്ണ് വലിയ സംഭവം കേട്ടോ. ഡൽഹിയിലൊക്കെ എന്താ പേര്? ഡൽഹിയിലായാലും കേരളത്തിലായാലും അനുരാധയ്ക്ക് അനുരാധ തന്നെ പറയാ. ആ പേരല്ല, പ്രശസ്തി. അവിടെ വലിയ സമരങ്ങളൊക്കെ നടത്തിയിട്ടുണ്ട് പോലും. ചുമ്മാ. അല്ലാതെ ആളുകൾ തപ്പിപ്പിടിച്ച് വരുമോ? ദാ ഇന്റർവ്യൂ കഴിഞ്ഞു, അവര് വരുന്നുണ്ട്. ഹലോ, ഞാൻ ഭീമൻ.
ഈ വീട്ടിലെ രണ്ടാമത്തെ മോനാ. ഹലോ. ആ, സത്യത്തിൽ ഈ വീട്ടിൽ അനുരാധ അന്വേഷിച്ചല്ല നിങ്ങൾ വരേണ്ടത്. പിന്നെ? ആ, ഒരു മിനിറ്റ് വരൂ. വിശ്വപ്രശസ്തനാവേണ്ട ഒരു മനുഷ്യൻ ഇവിടെ ഉണ്ട്. അതാരാ? ഞാൻ തന്നെ. സാധാരണ ഞാനങ്ങനെ മാധ്യമങ്ങൾക്ക് മുമ്പിൽ പ്രത്യക്ഷപ്പെടാറില്ല. നിങ്ങൾ നിർബന്ധിക്കുകയാണെങ്കിൽ. എന്താ സാറിന്റെ പ്രത്യേകത? തീറ്റ. യെസ്, ഈ നാട്ടിൽ ഏറ്റവും കൂടുതൽ ഭക്ഷണം കഴിക്കുന്നത് ഞാനാ. ഒറ്റയിരിപ്പിന് ഒരു 200 ഇഡ്ഡലിയൊക്കെ തിന്നും. മറ്റു ചാനലിലൊന്നും കിട്ടാതെ നിങ്ങൾക്ക് വേണമെങ്കിൽ ഒരു ലൈവ് ഷോ നടത്താം. സോറി സർ, ഞങ്ങളുടേത് ഒരു വനിതകളുടെ പ്രോഗ്രാമാ. ഇഡ്ഡലിയിൽ ആണും പെണ്ണൊന്നും ഇല്ലല്ലോ. സർ, അനുരാധ ചെയ്തതുപോലെ എന്തെങ്കിലും നല്ല കാര്യങ്ങളായിരുന്നെങ്കിൽ ഞങ്ങൾ കവർ ചെയ്യാൻ ആളെ വിടുമായിരുന്നു. ഇതിപ്പോ തിന്നു മുടിപ്പിക്കുന്നത് എന്ത് കഴിവാണ് സർ? എന്നാ പിന്നെ നീ നിന്ന് കാണിക്കണി. കരുണ, വാങ്ങി വാടാ 200 ഇഡ്ഡലി. ഇവരിവിടുന്ന് കഴിവ് തെളിയിച്ചിട്ട് പോയാ മതി. ദേ, ക്യാമറകൾ എന്നെ പൊതിയുന്നൊരു കാലം വരും. അന്ന് നിന്നെയൊക്കെ ഞാൻ എടുത്തോളാം. വെറ്റി പോവാം. ശവങ്ങള് സംസാരം കേട്ടില്ലേ? പോട്ടെ ഭീമ, വിവരമുള്ളതുകൊണ്ടല്ലേ. ആ, നീ ശരിയല്ല. അമ്മേ, അമ്മേ, കഷ്ടം.